ഹലോ. അപ്പോൾ ഇന്നത്തെ പഠനം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഇന്ന് പഠിക്കാനുള്ള ഒരു ടു ഡു ലിസ്റ്റ് എഴുതി എല്ലാ ദിവസവും അന്നത്തെ ദിവസം പഠിക്കുന്നത് നോട്ട് ചെയ്ത് പോവുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സിലബസിൽ ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടു പോയിട്ടുണ്ടോ എന്നറിയാൻ പറ്റില്ല. അപ്പോൾ ഞാനിന്ന് പഠിച്ചത് SCERTയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഭാഗവും, പിന്നെ 9ാം ക്ലാസ്സിലെ നല്ല നാളേക്കായി, പിന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, അതിലെ ഹിമാലയവും ചുരങ്ങളും, പിന്നെ സിന്ധുവും പോഷക നദികളും, പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കറണ്ട് അഫയേഴ്സ് 2024 മാർച്ചിലെ കറണ്ട് അഫെയറും, മാത്സ് സംഖ്യകളും അടിസ്ഥാന പ്രശ്നങ്ങളും എന്ന് പറഞ്ഞതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിലെ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവണം. ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാതെ വിടരുത്. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുന്നോ അതെല്ലാം മാത്സിൽ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ അതിൽ മോക്ക് ടെസ്റ്റുകൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ SCERTയിൽ അധികം പഠിക്കാനുണ്ടായിരുന്നതിൽ ഈ 2 ടോപ്പിക്കിൽ നിന്ന് വളരെ കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അത് 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നലെ പഠിച്ചപ്പോൾ ഫുൾ SCERTയിലെ ഭാഗങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ബാക്കി സിലബസിൽ പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോഴും എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, 10th വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു PSC എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോലും പഠിക്കാനായിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ഒരു ദിവസം വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഒരു മാക്സിമം ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്യാം. അറ്റ്ലീസ്റ്റ് 3 ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിൽ റിലേറ്റഡ് പോയിൻറ്റ്സും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 4 ഓപ്ഷൻ ഉണ്ടാവില്ലേ, ആ 4 ഓപ്ഷനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെ ഡെയിലി അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമ്പോൾ തന്നെ കുറേ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ മടിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാതെ ഒരു പകച്ച് നിൽക്കുകയാണ്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അവയർനെസ് കിട്ടും. അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ആദ്യമേ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റുകളും ചെയ്യുക. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കുക. അതിനുശേഷം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. റാങ്ക് ഫയൽ എടുത്ത് പഠിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റാങ്ക് ഫയലിൽ എല്ലാ ഭാഗങ്ങളും പഠിക്കാതെ നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് കാരണം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇപ്പോൾ എന്താണ് പഠിക്കേണ്ടത്. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ടൈപ്പിലായിരിക്കും PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ റാങ്ക് ഫയൽ പഠിക്കുക നിങ്ങൾ. പിന്നെ SCERTയും നമ്മുടെ സിലബസിൽ ഉള്ള കാര്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ചാപ്റ്റേഴ്സും നമുക്കിപ്പോൾ ആവശ്യമില്ല. 5th 6th 7th SCERT ഫുള്ള് പഠിക്കണം. അതിനിപ്പോൾ സിലബസ് നോക്കേണ്ട കാര്യമില്ല. ബാക്കി 8th 9th 10th പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കറണ്ട് അഫെയർ ആണെന്നുണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ കൂടുതലും നമ്മുടെ SCERTയിലെ കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ ഒരു മൗലികാവകാശങ്ങൾ എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടെങ്കിൽ നിങ്ങൾ മൗലികാവകാശങ്ങൾ ഫുള്ളെടുത്ത് റാങ്ക് ഫയലിൽ പഠിക്കുന്നതിലും നമ്മുടെ SCERTയിൽ എന്തൊക്കെ ഭാഗങ്ങൾ തന്നിട്ടുണ്ടെന്ന് ആദ്യമേ പഠിക്കുക. അത് പഠിക്കേണ്ട എന്നല്ല, SCERTയിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് റാങ്ക് ഫയലിൽ പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പോയി റാങ്ക് ഫയലിൽ പഠിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത്രയും പഠിക്കാനുണ്ടോ എന്ന് കരുതിയിട്ട് നമുക്കൊരു മടുപ്പായി പോകും. ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നമ്മുടെ SCERTയിലെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാറ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കടമെടുത്ത ആശയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ SCERTയിലെ കാര്യങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റാങ്ക് ഫയലിലെ ഫാക്ടേഴ്സ് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഡിസംബർ ആകുമ്പോഴേക്കും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ കവർ ചെയ്യാനായിട്ട്, റാങ്ക് ഫയലിലെ കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റുകളും ചെയ്യുക, SCERT പഠിക്കുക.
പിന്നെ റാങ്ക് ഫയലിൽ നമ്മളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അത്രയാണ് നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത്. പിന്നെ പഠിക്കാനിരിക്കുന്ന ടൈമിൽ ഒരുപാട് വയറ് നിറച്ച ഫുഡ് കഴിക്കാതെ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുക. പിന്നെ നല്ല വെളിച്ചമുള്ള റൂമിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അല്ലെങ്കിലൊക്കെയാണ് നമുക്ക് ഉറക്കം വരിക. പിന്നെ ടൈമിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം, ഇപ്പോൾ രാത്രിയാണ് ചിലവർക്ക് പഠിക്കാനായിട്ട് പറ്റുക, ചിലവർക്ക് പകൽ നേരത്തെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അതല്ല വെളുപ്പിന് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കെങ്ങനെ പറ്റുമെന്ന് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ചോയ്സാണ്. വേറൊരാൾ എന്ത് ചെയ്യുന്നത് കണ്ട് അതുപോലെ കോപ്പി അടിക്കാനായിട്ട് നിൽക്കണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുക. എത്ര ടൈം പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനും ഒക്കെ ടൈം കണ്ടെത്തണം എന്നേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ഒരുപാട് നേരം ഇരുന്ന് മറ്റൊരാൾ ഒരു 6-7 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്നത് കണ്ടിട്ട് അത്രയും ടൈം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് വിചാരിക്കേണ്ട. ഒന്നും പഠിക്കാതിരിക്കുന്നതിലും എത്ര ബെറ്ററാണ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റുകളും ചെയ്ത് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവരൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും SCERT ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പിന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം പറയുന്നവർ, പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചത് മറന്നു പോകുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഉറക്കം വരുന്ന ടൈമിലൊക്കെ പഠിച്ചല്ലേ പറ്റൂ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ വായിച്ച് പോകുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉറക്കം വരുന്ന ടൈമിലാണെങ്കിൽ മാത്സ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് ഏതെങ്കിലും ചെറിയ ടോപ്പിക്ക് നോക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ഉറക്കം വന്നിരിക്കുന്ന ടൈമിൽ വലിയ ടോപ്പിക്സൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കിട്ടാതായി പോകുന്നത്. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കുക. ഒരു സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് ഇരുന്ന് പഠിക്കുക. ഒറ്റ ഇരുപ്പിനിരുന്ന് പഠിക്കാതെ ഇടയ്ക്കൊന്ന് നടന്ന് ഒക്കെ വന്നിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുക. ഓരോ ദിവസവും നമ്മൾ സിലബസിലനുസരിച്ചുള്ള കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. റിവൈസ് ചെയ്ത് തന്നെ പോകണം. അല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതൊന്നും ഒരർത്ഥമില്ലാതായി പോവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർ ഓരോ ദിവസം റിവൈസ്, അല്ലെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പഠിച്ച കാര്യം നാളെ റിവൈസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്ക് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒന്നരാടം റിവൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഒരാഴ്ച പഠിച്ചത് ഒരു സൺഡേയിൽ ഇരുന്ന് റിവൈസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ. എങ്ങനെയാണോ നമുക്ക് പറ്റുന്നത് അത് നമ്മളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുക. റിവൈസ് ചെയ്യാതിരിക്കരുത്. റിവൈസ് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാണെങ്കിലും ചിലപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് തെറ്റിപ്പോയെന്ന് വരാം, നെഗറ്റീവ് അടിക്കും. അപ്പോൾ നെഗറ്റീവ് മാർക്കൊന്നുമില്ലാതെ എല്ലാവർക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.